നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്ന് വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് അടുത്ത് പ്രിയപ്പെട്ടൊരു കാട്ടായിക്കുളം കഴിഞ്ഞ് പോത്തൻകോട് അടുത്തുണ്ട്. അതിന് മുന്നേ 400-600 മീറ്റർ താഴേക്ക് വരുമ്പോൾ ഒരു കിണറ്റിനകത്ത് ഒരണലി അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കാൻ. അണലി വീണ് കിടപ്പുണ്ട്. അതിനകത്ത് ഒരു 6 മാസം മുന്നേ ഇറച്ച കിണറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും കുടിക്കാനൊക്കെ എടുക്കുന്ന വെള്ളമാണെന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടി അവരവിടെ പുറകിൽ ആ കിണറ്റിലെ അതിഥിയെ കണ്ട സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം. നമുക്ക് പുറകിലേക്ക് പോയിട്ട് അവരെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ അതിഥി കിടക്കുന്ന സ്ഥലം ഏതാണ്, കിണറാണോ കുഴിയാണോ എന്നാണ് നോക്കാൻ പോകാം. നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? നമസ്കാരം മേഡം. നമസ്തേ. എന്തുണ്ട് വിശേഷം? സുഖം. ആരെ വീടാ? അദ്ദേഹത്തിൻ്റെ വീടാ. അപ്പോൾ രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നല്ലോ. അനിയത്തിൻ ചേട്ടൻ തന്നെ? സത്യം? എന്നെ തള്ളിയത് എന്നെ തള്ളിനൊരു കുറവില്ല. രാവിലെ പുട്ടാണ് ഉണ്ടാക്കി തിന്നെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ കളിയാക്കുക. ഇതെവിടെ കണ്ടത്? അതാരുടെ തലയിട്ടേക്കുന്ന ഒരു തല മാത്രം കാണുന്ന പാമ്പിൻ്റെ തല പോലെ. അമ്മയോ? അമ്മ നമസ്കാരം. അമ്മ സുഖമായിരിക്കുന്നോ? സുഖം. വയ്യ. ആര് പറഞ്ഞു വയ്യെന്ന്? നമ്മൾ സ്വയം വയ്യെന്ന് പറഞ്ഞാൽ വയ്യ എന്നാ. ഇത്രേ ആയുള്ളോ? എന്നിട്ടാണോ 85 വയസ്സാണോ? എന്തൊന്നും ഏതാ ഇതോ? ഇത് അടിപൊളിയാണല്ലോ. എന്തെങ്ങനെ ബോക്സ് 2 പേർക്കുള്ളതോ? ഓഹോ, അതുകൊണ്ട് ഇങ്ങനെ ബോക്സ് നമുക്ക് എളുപ്പത്തിന് ഇവിടുന്ന് ഇങ്ങനെ ബോക്സ് ആക്കി അല്ലേ? സത്യം പറയണ്ടല്ലോ, സന്തോഷം കേട്ടോ. നമ്മൾ പണ്ട് കൊട്ടാരങ്ങളിലോ അല്ലെങ്കിൽ ഈ എന്താ പറയുക കോട്ടയ്ക്കകത്തൊക്കെ പോകുന്ന സമയത്ത് വീട്ടിനകത്ത് അല്ലേ, അകത്തുനിന്ന് പോരാൻ കണക്ക് റാട്ടിട്ട് കോരി അടിപൊളി സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അവിടെ നിന്ന് അവർക്കും ഉപയോഗിക്കാം അല്ലേ? പകുതി അവർക്കും കൂടെ അവകാശമുണ്ട്. ഓ അടിപൊളി. അടിപൊളി. അത് കൊള്ളാം കേട്ടോ. എന്താണെന്നറിയാം, സത്യം പറഞ്ഞാൽ ഇന്നില്ലാത്തതാണ്. എന്താണെന്നറിയാം, പരസ്പര ബന്ധം എന്നുവെച്ചാൽ ഒരു അതിരിൽ കിണറുണ്ടെങ്കിൽ അത് മൂടിയിട്ട് വേറെ വെട്ടാൻ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ കാലഘട്ടം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇവിടെ അതിരിൽ 2 വീട് ബന്ധുക്കളും സ്വന്തക്കാരെന്നല്ലേ ഇവർ വാങ്ങി വീട് വെച്ച സ്ഥലമാണ്. അത് വേറെ ആൾക്കാർ. എന്നിട്ട് സൂപ്പർ. എന്തായാലും അടിപൊളി. ഞാൻ സമയം കളയുന്നില്ല. അതൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്രകൾ 10 വർഷം കഴിയുന്നു. ഏകദേശം 1100-1200 എപ്പിസോഡിന് അടുത്താവുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ സമയത്ത് നമ്മൾ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉണ്ട്. കയറി പോയിട്ടില്ലല്ലേ മാം? കയറി പോയിട്ടില്ലല്ലേ? പിന്നെ കണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ കയറി പോകാനായിട്ടൊരു സാധ്യതയില്ല. അടിയിൽ അകത്ത് ഇടിഞ്ഞ് കിടക്കുക അല്ലേ? ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പൈപ്പിൻ്റെ സൈഡ് അതോ പൈപ്പിൻ്റെ സൈഡ് നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. സൈഡിൽ അത് അനങ്ങുന്നുണ്ട് വെള്ളം. അതോ നമ്മൾ കണ്ടു. അണലിയാണ്. അപ്പോൾ ചേട്ടാ കയറി കയറാൻ കേട്ടോ. നീളം കിട്ടുമെന്ന് അറിയട്ടാ. കൊള്ളാം അല്ലേ? വിലയുള്ള തന്നെയല്ല. അപ്പോൾ നമ്മൾ വേറെ ഒന്നും കൊണ്ട് നമുക്ക് ഇറങ്ങി എടുക്കാമെന്ന് പറഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞ് കിടപ്പുണ്ട്. കാരണം ഇടിഞ്ഞ് കിടക്കണ കണ്ടൊക്കെ എനിക്ക് സന്തോഷമുള്ളതായിരുന്നു. ഞാൻ എപ്പോഴും ഇറങ്ങി എടുക്കാറുള്ളൂ. പക്ഷേ ഇവിടുന്ന് അണലി അതിഥി ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ താപ്പോട്ട് പോകാം. പെട്ടെന്ന് കടി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ദൂരോട്ടൊക്കെ കാടുള്ള സ്ഥലത്തേക്കണേ മറ്റേ കള്ളി മുള്ളു കെട്ടിയിട്ട് അതിൽ കയറി വരും. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ നമുക്ക് വെള്ളത്തിൽ വീണ് ക്ഷീണിച്ച് കിടക്കുന്നുണ്ട്. ഇതിലെ കുഴക്കെട്ടാറില്ല നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇതിനെ നോക്കാം. നമ്മൾ സമയം കളയുന്നില്ല. കണ്ടല്ലോ, ക്യാരറ്റ് എടുക്കാൻ നമ്മൾ ആ മൂരിക്ക് അങ്ങനെ സേഫായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വെള്ളത്തിൽ ഇറക്കി നമുക്ക് കുരുക്കി കയറ്റാൻ പറ്റുള്ളൂ. വെള്ളത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വെള്ളം ഇവിടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ വെള്ളത്തിൽ ഇറക്കാൻ പറ്റുള്ളൂ. ആ സൈഡിലാണെങ്കിൽ നമുക്ക് സൈഡിൽ ഇങ്ങനെ കയറി തൊടിയിലിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുരുക്കിൽ കയറത്തില്ല. അപ്പോൾ അവന് വെള്ളത്തിലേക്ക് കൊണ്ടുണ്ട്. അപ്പോൾ നമ്മൾ കുരുക്കിട്ട് 5-6 ദിവസം എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവൻ അങ്ങ് വെളിയിലോട്ട് വന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഹോളിൽ കൂടെ ആയിരിക്കും അകത്ത് വീണാൻ തോന്നുന്നു. കാരണം വെച്ചാൽ അതേ ഉള്ളു വഴി. വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഒരിക്കലൊന്ന് ചെറുതായിട്ട് ഉടക്കിയിട്ടുണ്ട്. എത്ര ഉണ്ടത് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ പൊങ്ങി വരുമ്പോൾ അതേ മിക്കവാറും താപ്പോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. ഈ കുരുക്ക് കയറ് നല്ല ടൈറ്റായിരിക്കുന്നുണ്ട്.
ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കറങ്ങുന്ന സമയത്ത് അത് മിക്കവാറും അത് വെള്ളത്തിൽ പോകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. താപ്പോട്ട് പോകുന്നു, ഒരു രക്ഷയില്ല. വാലിൻ്റെ അറ്റം വരെയോ പതുക്കെ എടുത്തില്ലെങ്കിൽ കുരുക്കിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വള്ളി ദിവസമായി. നമ്മൾ ആദ്യം നന്നായിട്ട് കയറിയിട്ട് അറിയാമല്ലോ, നമ്മളെ കുരുക്കിലൊക്കെ പാമ്പ് നമ്മൾ പഠിപ്പിച്ച് വിട്ട പാമ്പെന്നല്ല. കയറി വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി വരാൻ നമ്മുടെ എന്താ പറയുക, നമ്മൾ പണ്ടത്തെ ആൾക്കാർ നമ്മുടെ ചിറ്റപ്പനൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുരുക്കിൽ കയറി പകുതി ദൂരം വന്ന സമയത്ത് അവന് തോന്നി വേണ്ട ഇപ്പം കയറണ്ട, എന്തായാലും കുറച്ച് കുളിർത്തയല്ലേ, ഇത്തിരി തണുത്തിട്ട് കയറാമെന്ന് വിചാരിച്ച്. നേരത്തെ അത് ചോദിക്കേണ്ടായിരുന്നു, തലയത്തേക്കുള്ള ഷാമ്പു അല്ല ഇരിപ്പുണ്ടാന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഷാമ്പു ഇതിനകത്തിട്ട് കൊടുത്ത പാവപ്പെട്ടവർക്ക് നാളെ വെള്ളം കുടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഷാമ്പു ഒക്കെ തേച്ച് കുളിപ്പിച്ച് കയറ്റാമായിരുന്നു. ഒന്നുകൂടെ നോക്കിയാണ് നമുക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യം ശ്രമിച്ചാലേ കിട്ടുള്ളൂ. അല്ല നമ്മൾ പറയണതൊക്കെ അത് ഓടിയൊന്ന് കൂട്ടിക്കയറാനായിട്ട് നമ്മുടെ എന്താ പറയുക, മറ്റ് ജീവികളെ ട്രെയിനിങ് കൊടുത്തൊന്നും നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ പാമ്പുകൾ, അറിയാമല്ലോ. വീണ്ടും കുരുക്കിലൊരിക്കൂടെ കയറിയിട്ടുണ്ട്. എത്രണ്ടത് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും മേളിലോട്ട് കയറ്റാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ചെറുതൊന്നും അല്ല, നമ്മൾ വെള്ളത്തിൽ മേളിൽ കണ്ടപ്പോൾ ചെറുതുപോലെ തോന്നി. അതാ കുരുക്കിലേക്ക് കയറി എങ്ങനെ മേപ്പോട്ട് വരുന്നുണ്ട്. ഇനി എത്തിയിട്ട് തിരിച്ച് പോകുമെന്നറിയില്ല. സാധാരണഗതിയിൽ എന്തായാലും ഇതുവരെ കുഴപ്പമില്ല. എന്തായാലും വീഴ്ചയിലാണോ എന്നൊന്നും അറിയില്ല, എന്തോ ഒരു അപകടം ഉണ്ട്. ഇത് നോക്കിയുള്ളൂ, വീഴ്ചയിൽ പറ്റിയൊരു അപകടമാണ്. അപ്പോൾ അതിലുപരി നമുക്ക് കഴിഞ്ഞ അണലിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രിയപ്പെട്ടൊരു സുഹൃത്തിന് വലയിൽ കുരുങ്ങിയ 2 അണലി അതിഥി എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കടി കിട്ടി സീരിയസ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ നമ്മളത് പല സ്ഥലത്തും അത് കാണുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എറണാകുളത്ത് ഒരു അണലിയുടെ കടി കിട്ടിയ ഒരാൾ ഹോസ്പിറ്റലിലാണ്. പാമ്പ് സംരക്ഷണം എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം പാമ്പ് കടി ഏറ്റവരുടെ എണ്ണം 10 ആണ്. പാമ്പ് സംരക്ഷകരുടെ എണ്ണം 10 ആണ്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഉറപ്പാണ് ഇന്നോ ഇന്നലെയോ ഈ കിണറ്റിൽ വീണ അതിഥിയല്ല. കാരണം ഇതിൻ്റെ ദേഹത്ത് ഇവർ കാണാത്തതുകൊണ്ടാവുന്ന സാധ്യത കൂടുതൽ. വെള്ളത്തിൽ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പാടുകൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കാണുന്നുണ്ട്. ഞാൻ എന്തായാലും അദ്ദേഹത്തിന് ഇവിടെ വെക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. അതിൻ്റെ ദേഹത്ത് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പായൽ പൂപ്പൽ കണ്ടോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തിന്. അപ്പോൾ എന്തായാലും ഇന്നോ ഇന്നലെയോ വീണതല്ല. മാഡം ഇത് ഇന്നലെയൊക്കെ നമുക്ക് കിണറ്റി നോക്കുന്നുണ്ടായിരുന്നോ? നമ്മൾ എന്നും നോക്കുന്നുണ്ടായിരുന്നോ? നോക്കിയിട്ട് സൈഡൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നോ? നോക്കാം, ഇത് നോക്കിയിട്ടില്ല. പക്ഷേ എന്തായാലും നമുക്ക് വേറെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറെ പ്രത്യേകം പറഞ്ഞാൽ ഇന്നോ ഇന്നലെയോ മിനിങ്ങാന്നൊന്നും അല്ല ഇതിനകത്ത് വീണിട്ട്. കാരണം വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് ഈ ദേഹത്ത് ഈ വാലിൻ്റെ ഇവിടെയൊക്കെ പായൽ പോലൊരു സാധനം ഉണ്ടാകുന്നത്. അത് ഒന്നിൽ കൂടുതൽ ദിവസം 24-48 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് ഈ വെള്ളത്തിൽ ഈ പൂപ്പലുണ്ട്. വെള്ളത്തിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇൻഫെക്ഷൻ പോലൊരു പൂപ്പൽ വാലിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടാവും. അത് ഇതിൻ്റെ ദേഹത്തുണ്ട്. അപ്പോൾ ഇന്നലെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെയൊന്നും ഇതിൽ കൂടെ കയറിയ പാടും കാണുന്നില്ല. കാരണം ഇന്നലെയൊക്കെ കയറിപ്പോയി നമുക്കിത് അറിയാൻ പറ്റും. അപ്പം വലയൊക്കെ അങ്ങ് അറ്റുപോയി. ഇത് വലയൊക്കെ മൂടിയിരിക്കണം. അപ്പം കുറച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം കുടിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ പാമ്പ് വെള്ളത്തിൽ വീണ് നമ്മൾ വെള്ളം കുടിച്ചാൽ കുഴപ്പമില്ല. അഥവാ മരിച്ച് നമ്മൾ അറിയാതെ നമ്മൾ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ മനസ്സിൽ വേണ്ട. പിന്നെ ഉള്ളത് കണ്ടത് പറഞ്ഞെന്നുള്ളൂ. ദേഹത്തായി പൂപ്പൽ കണ്ടതുകൊണ്ടാണ് 2 ദിവസം മുന്നേ വീണെന്നാണ് നമ്മളത് കുടിക്കുന്നത്. വേറെ പ്രശ്നം. അപ്പോൾ നമ്മളങ്ങനെയെങ്കിൽ 50 വർഷം മുന്നേ ഇട്ട പൈപ്പിലാണ് നമ്മൾ വാട്ടർ കണക്ഷൻ മണ്ണിടി കൂടെ പോകുന്നത്. അത് പല വീടിൻ്റെ സ്ഥലത്തും ട്രെയിനിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ കുടിക്കുന്നില്ല. പച്ചവെള്ളം പൈപ്പിൽ നിന്ന് ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതൊന്നും പേടിക്കേണ്ട. എന്തായാലും സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട അതേ മാഡം കാണാത്തതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇത് ഒരു ഫീമെയിൽ അതിഥിയാണ്. ഇണ ചേരാനായിട്ട് വേണ്ടി വന്ന സമയത്ത് ഇതിനകത്ത് പെട്ടുപോയതായിരിക്കും. കാരണം ഫുഡ് കഴിച്ചിട്ട് 1 ദിവസമായി നല്ല ഉണങ്ങിയിട്ടുണ്ട്. വീഴ്ചയിൽ ഇവിടെ വയറ്റിൻ്റെ ഈ ഭാഗത്തൊരു നല്ലൊരു പൊട്ടലുണ്ട്, നല്ലൊരു ഒടിവുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്നൊന്നും ഫുഡ് കഴിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇതാണെങ്കിൽ പോലും അപകടം കൂടുതൽ. കാരണം അറിയാമല്ലോ,
പത്തനംതിട്ട കലഞ്ഞൂരടുത്തുള്ളൊരു ബോട്ടിൽ ഇതിൽ നടുവൊടിഞ്ഞൊരു അണലിയെ ഞാൻ ബോട്ടിലാക്കി അവിടുത്തെ വാർഡ് മെമ്പർ ഇങ്ങനെ എടുത്ത് ആളുകളെ കാണിച്ചിരുന്നപ്പോൾ ഞാൻ പോയി ഇങ്ങനെ തൊട്ടി തുറന്നത് ഇവിടെ ഇരുന്ന അണലി വലിയ ബോട്ടിൽ അതിൻ്റെ സൈഡിൽ വന്ന് എന്നെ കടിച്ചു. പെട്ടെന്നൊന്ന് കടിയിൽ എന്താ പറയുക വളരെ ഫാസ്റ്റ് അല്ലേ, കടി കിട്ടി ഞാൻ കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നുണ്ടല്ലേ. അത് അദ്ദേഹത്തിൻ്റെ സമ്മാനമായിരുന്നു. നോക്കിയാലോ കണ്ടോ, നമുക്ക് കാണാം. ദാ ഇവിടെ ഒരു പൊട്ടൽ നല്ലതായിട്ട് കാണാം. ഇതാ ഇവിടെ എയർ എടുക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു പൊട്ടൽ നന്നായിട്ട് കാണാൻ പറ്റും. ഈ വല ഇട്ടിട്ടും ഇതിനകത്ത് വീഴാൻ കാരണം മേളിൽ കാടാണ്, മേളിൽ അണലിയുടെ ഒരു ഭൂമിയാണ് മേളിൽ. കാരണം അറിയാലോ അണലി എന്ന് പറഞ്ഞാൽ അതിഥിയുടെ വാസയോഗ്യം എന്ന് വെച്ചാൽ പുല്ലുള്ള സ്ഥലങ്ങൾ, അടിയിൽ പുല്ലുള്ള വെയിലടിയിലേക്ക് വരാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഇവൻ മാറ്റാവുന്നതും ഇണയാവുന്നതും. അവിടെയാണ് ഷെൽട്ടറാക്കി അവിടെ തന്നെയാണ് പ്രസവിക്കുന്നത് അറിയില്ല, മുട്ട തയ്യാറാവുന്നു, കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. അപ്പം നമുക്ക് ഓർക്കുക, നമുക്ക് ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുന്നേയും വലയിൽ കുരുങ്ങിയ അണലി എടുക്കുന്നതിനിടയ്ക്ക് കേരളത്തിലെ പാമ്പ് സംരക്ഷകന് കടിയേറ്റ് സീരിയസ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേയും കണ്ണൂർ ജില്ലയിൽ ബക്കളം ഷാജി എന്ന് പറഞ്ഞ പാമ്പ് സംരക്ഷകന് പാമ്പ് കടിയിട്ടുണ്ടായിരുന്നു. പാമ്പ് അതായത് നമുക്ക് ഇങ്ങോട്ട് ഒരു 5 വർഷം കൊണ്ട് ഇങ്ങോട്ട് പാമ്പ് സംരക്ഷകർക്കാണ് ഏറ്റവും കൂടുതൽ കടി കിട്ടുന്നത് പാമ്പ് സംരക്ഷണം. അപ്പോൾ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റിലാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 മാസം മുന്നേ എറണാകുളം ജില്ലയിലെ പാമ്പ് സംരക്ഷണത്തിന് കടിയേറ്റു, അദ്ദേഹത്തിനും ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ സൂക്ഷിക്കണം എല്ലാവരും. നമ്മൾ പാമ്പ് സംരക്ഷകർ മാത്രമല്ല, അറിയാമല്ലോ നമുക്കൊരു കടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് വേണം, മാരകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അണലിയുടെ കടിയേറ്റുണ്ടാകുന്ന വേദന നമുക്ക് സഹിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ്. മുറുക്കൻ പാമ്പിൻ്റെ കടികിട്ടാൽ അതും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇപ്പോൾ ശങ്കുവരൻ പാമ്പ് എന്നറിയപ്പെടുന്ന വെള്ളിക്കണ്ട കടി കിട്ടി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഉറങ്ങി കിടക്കുന്നതാണെങ്കിൽ അറിയത്തില്ല. പക്ഷേ കൊതുക് കടി കിട്ടുമ്പോൾ നമ്മൾ ഉണരുന്നു. കൊതുകടി കിട്ടുന്ന നമ്മൾ ശങ്കുവരൻ്റെ കടി കിട്ടി നമ്മൾ അറിയുന്നില്ല. ചെറിയ ഷാർപ്പായിട്ടുള്ള പെട്ടെന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നു, പെട്ടെന്ന് അത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിനെ മരവി ഉറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എന്തായാലും സൂക്ഷിക്കണം. ഇത് കണ്ടോ, ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിപ്പം ഉറുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉറുമ്പ് കയറാൻ കാരണം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ആ മുറിവുള്ളതുകൊണ്ടാണ്. ചെറിയ അവിടെ ഉണ്ട്, അവിടെ ഒരു വലിയ മുറിവിൻ്റെ പടുതാണ്ട് അവിടെ ഒട്ടിപ്പോകുന്നുണ്ട്. അത്ര പൊക്കത്തിൽ നിന്ന് വീണപ്പോൾ ആ സിമ്മൻറ്റിൽ അടിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആ മുറിവിൻ്റെ പാടുണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന് തീരെ വയ്യ, നല്ല ഉണങ്ങിയിട്ടുള്ള ആളാണ്, നല്ല ഉണങ്ങി ശരീരം നല്ല ഉണങ്ങി. എനിക്ക് ഒരു 2 ആഴ്ച കൂടുതലായി ഇതിനകത്ത് വീണിട്ട്. ഫുഡ് കഴിച്ചിട്ടും 2-3 ആഴ്ച കൂടുതലായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ആ മെയിൽ പാമ്പിൻ്റെ കട്ടാണ് വാല്, പക്ഷേ മെയിലല്ല, ഫീമെയിലാണ്, ചുണ്ട് കൂർത്തിരിക്കുന്നു. അതുമാത്രം നല്ല ഉണങ്ങിയിട്ടുണ്ട്, നല്ല ഇഞ്ചോർഡാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നത് ഒരു 2-3 ദിവസം കഴിഞ്ഞെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയതിനെ. കണ്ടോ, മരണപ്പെട്ടു വരും. നല്ല ഫുഡൊന്നും കഴിക്കാത്ത രീതിയിൽ നല്ലൊരു ക്ഷീണമുണ്ട്. ആ വെള്ളത്തിൽ വീണതിൻ്റെ ആ പൂപ്പൽ, ആ ദേഹത്ത് ആ പൂപ്പലുണ്ടല്ലോ, ഇന്നലെ വീഴുന്ന ആ പൂപ്പൽ ഉണ്ടാവുകയില്ല, നല്ല പൂപ്പലുണ്ട്. ഫീമെയിൽ അതിഥിയാണ്. അറിയാലോ അണലിയുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ ബോഡി പെയിൻ, നമുക്ക് നമ്മുടെ ശരീരം മുഴുവൻ നല്ല വേദന അനുഭവപ്പെട്ട് നല്ല നീര് വെച്ച്, അതുപോലെ തന്നെ നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനത്തെ നിലപ്പിച്ചുകൊണ്ട് ബ്ലഡിനെ ഞരമ്പുകളെ പൊട്ടിച്ചുകൊണ്ട് ആ ഞരമ്പിൻ്റെ പുറത്ത് വരുന്ന ബ്ലഡാണ് രോമകൂപത്തിലൂടെ യൂറിലൂടെയും പല്ലിൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നത്. ഈ ബ്ലഡൊക്കെ പുറത്തേക്ക് വരുന്നതാണ് നമ്മുടെ പൂർവികർ രക്തയണലി എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ഭൂമിയിലുണ്ട്. ഏറ്റവും അപകടകാരി. ഏത് ഡയപ്പർ നമുക്കിതാ ഏത് ഡയറക്ഷനിലേക്കും തിരിഞ്ഞ് കടിക്കാൻ കഴിവുള്ളൂ. ഏത് ഡയറക്ഷൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ സൗണ്ട് തന്നെ അറിയില്ല. നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ സൗണ്ട്. ഇപ്പോൾ നമുക്ക് ചുമ്മാ എവിടെയെങ്കിലും ചുരുണ്ടിരുന്നാലും ഈ സൗണ്ട് ഉണ്ടാകും. അതിൻ്റെ അടുത്തൂടെ എന്തെങ്കിലും പറന്ന് പോയാൽ, അതിൻ്റെ മേളിൽ കൂടെ എന്തെങ്കിലും പക്ഷികൾ പറന്ന് പോകുന്ന നെല്ല് കിട്ടില്ല, അവൻ ഈ സൗണ്ട് ഉണ്ടാക്കും. അടുത്തൂടെ കീരി എന്തെങ്കിലും ഓടിപ്പോയാലും സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ സൗണ്ട് നോക്കി നിങ്ങൾ ശ്രദ്ധിക്കണം. അയലോക്കത്ത് അടുത്ത പറമ്പിലോ എങ്ങാനും ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നതിന് അപ്പോഴും വിചാരിച്ചോളൂ ഇത് അണലിയാണ്, ചേനത്തണ്ടനാണ്. പിന്നെ നമുക്ക് മൂർക്കൻ്റെ അറിയില്ല. മൂർക്കൻ നമുക്ക് ഒരു ശിൽക്കാരെന്ന് ഇത്രയും നല്ല നീളത്തിലൊരു ശിൽക്ക. ഇത് നമ്മളെ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് മേളിൽ നിങ്ങൾ തുറന്ന് വയ്ക്കുമ്പോഴത്തെ ഇതാണ്. കണ്ടോ മറ്റേ അങ്ങനല്ല, ഇതാണ് ആ സൗണ്ട്. ഇത് അങ്ങനെ, ഇത് നീട്ടി അവൻ എടുക്കുന്ന ബ്രീത്ത് അത്രയും അകത്തേക്ക് എടുക്കുന്ന ശ്വാസം മൊത്തം ഒരേ താളത്തിൽ പുറത്തേക്ക് വിടുന്ന ഒരു പ്രത്യേകത ഇവന് മാത്രമേ ഉള്ളൂ. പിന്നെ പെരുമ്പാമ്പ് സാറിന് ഇതിൽ എന്താ പറയുക ഇത് ചെയ്യാറുണ്ട്, ശ്വാസം എടുക്കാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു എൻ്റെ മൊബൈലിലേക്ക് കഴിഞ്ഞ കോഴിക്കോട് മുതൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ മാത്രം വനമില്ലാത്ത പാമ്പിൻ്റെ, അതായത് മണ്ണൂലി എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിനെ പോലെ തോന്നിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അപരൻ എന്നറിയപ്പെടുന്ന ആളിൻ്റെ കടി കിട്ടിയത് 11 പേർക്കാണ്. ഈ 11 പേരുടെ ഫോട്ടോസ് എൻ്റെ വാട്സാപ്പിൽ കിട്ടുന്നത്. അത് അണലി എന്ന് തെറ്റിദ്ധരിച്ച് പേടിച്ചിട്ടാണ് അവർ എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അണലിയല്ല, ഇത് മണ്ണൂലിയാണ്, ഇത് പ്രശ്നമില്ല. അപ്പോൾ പറഞ്ഞു ഡോക്ടറെ 48 മണിക്കൂർ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സംഭവം. ഞാൻ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ധൈര്യമായിട്ട് ആ മുറിവ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് TT എടുത്തിട്ട് വീട്ടിൽ പോയിക്കോളാം. അങ്ങനെ അതിൽ 7 പേര് ഇന്നലെ സ്വയമേധ നമ്മളെ ഇഷ്ടപ്രകാരം പോകുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് എന്താണെന്ന് പറയും, കടിച്ച പാമ്പ് ഇന്നതാണ്
ആണെന്ന് പറഞ്ഞ് ഫോട്ടോ എടുപ്പോൾ ഇതുപോലത്തുള്ള അതിഥിയെ കണ്ടിട്ട് ഇതിൻ്റെ കടി കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് അറിയാം. കടി കിട്ടി കഴിഞ്ഞാൽ അവിടെ നല്ല വേദന, പെട്ടെന്ന് വേദന വയ്ക്കും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല വീക്കം, നീര് വെച്ച് അറിയാമല്ലോ. എനിക്ക് കിട്ടിയ ഇതിനിപ്പം പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പല സ്ഥലത്തും പാമ്പ് കടി കിട്ടി വരുന്ന ആൾക്കാരുടെ കിട്ടി വരുന്ന സമയത്ത് ആ കടികളുടെ പാടുകൾ നോക്കാനും കടിയുടെ ലക്ഷണങ്ങൾ നോക്കാനും, കടി കിട്ടിയാൽ എത്ര നീര് വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ വെന്റിലേറ്ററിലാണോ, അല്ലെങ്കിൽ അത് നീര് വന്ന് കീറി വിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ശ്വാസോടൊപ്പം അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ സഞ്ചരിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടികൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ അറിവുകൾ എനിക്ക് പകർന്നെടുക്കാൻ പറ്റും. നമുക്ക് ഒരു ഡോക്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പാമ്പ് സംപ്രേഷകരിൽ നിന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ അനുഭവം കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ പാഠം കൊണ്ട്, ഇത്രയും കടികൾ എനിക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പാമ്പിൻ്റെ കടി ഇത്രയ്ക്ക് പെയിൻഫുള്ളാണോ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ NSSൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു കുട്ടിയുടെ ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്താണെന്ന് അറിയാം, ചേട്ടാ സാധാരണ ഡെത്ത് പോലെയാണോ സ്നേക്ക് ബൈറ്റ് ഡെത്ത്, അതേ സ്നേക്ക് ബൈറ്റ് കൊണ്ടുണ്ടാകുന്ന ഡെത്തിൽ പെയിൻഫുള്ളാണോ എന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ ഇന്നലെ ചോദിച്ചില്ല ആ ചോദ്യം. ഒരു പെൺകുട്ടിയാണ് ചോദിച്ചത്, ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ കറക്റ്റായിരുന്നു. എന്താ വെച്ചാൽ സ്നേക്ക് ബൈറ്റ് എന്ന് വെച്ചാൽ പെയിൻഫുള്ളാണ്, നല്ല വേദനയാണ്. സാധാരണ ഇപ്പോൾ അറ്റാക്ക് വന്ന് നമ്മൾ പെട്ടെന്നൊന്നും അറിയുന്നില്ല, പെട്ടെന്ന് പോകുന്നു. ഇപ്പോൾ മുറുക്കൻ പാമ്പിൻ്റെ കടി എനിക്ക് കിട്ടിയപ്പോൾ എനിക്കറിയാം, അണയുടെ കടി കിട്ടിയപ്പോൾ എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കണം. ചേട്ടാ ആ ചാക്കിങ് കയറാൻ പോട്ടെ, ഹോളൊന്നുമില്ല അല്ലേ? താങ്ക് യു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ട മാഡം, ഇപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അദ്ദേഹത്തിന് തീരെ വയ്യ. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ചാക്കിലാക്കുകയാണ്. വയ്യ എന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. കടിയുടെ കാര്യത്തിൽ ഒരു 1.5 കടിയായിരിക്കും ഞാൻ തരുന്നത്. കടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പോത്തൻകോട് അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹം LLB സ്റ്റുഡൻ്റാണ്, അപ്പോൾ അദ്ദേഹം ക്ലാസ്സിലാണ്. അദ്ദേഹം അവിടെ നിന്നാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിണറ്റിൽ അകപ്പെട്ട അണലി, 1-2 മുന്നേ അകപ്പെട്ട പെണ്ണണലി അതിഥിയെ പിടികൂടിയ വിഷയം, അല്ലെങ്കിൽ സേവ് ചെയ്ത വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി, നമസ്തേ.